ആരംഭിക്കില്ല. ഞാൻ സൂചിച്ചേട്ടനെ കൊന്നു. അതെന്നാ വർത്താനം പറഞ്ഞു പോയെ? ഒറ്റ കാര്യം ചോദിക്കട്ടെ, എൻ്റെ ഹസ്ബൻഡ് മരിച്ചു, ഞാൻ സുധിച്ചേട്ടനെ കൊന്നിട്ട് ഒരുപാട് പേര് ഭർത്താക്കന്മാരെ കൊല്ലുന്നവരുണ്ടല്ലോ, പ്രതികൾ. അത് കോട്ടപ്പള്ളിയുടെ തന്ത്രപരമായ ഒരു ഒഴിഞ്ഞു മാറ്റമാണ്. ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാക്കിയിട്ട് പോയാൽ മതി. ഞാൻ സുധിച്ചേട്ടനെ കൊന്നിട്ട് ജയിലിൽ പോയിട്ട് എൻ്റെ ശിക്ഷാവധി കഴിഞ്ഞിട്ട് ഞാൻ വന്നിട്ട് ഞാൻ ഈ കാട്ടിക്കൂട്ടുന്ന ഷോകള് ആണെങ്കിൽ നിങ്ങൾ എല്ലാവരും എന്നെ ഇങ്ങനെ പറഞ്ഞു. നാക്കിന് നീളമുള്ളതുകൊണ്ട് ന്യായീകരണങ്ങളൊക്കെ കൊള്ളാം. ഞാൻ ഇതൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഞാൻ സൂചിച്ചേട്ടനെ കൊന്നിട്ടില്ല, ജയിലിൽ പോയിട്ടില്ല. ഇതിപ്പം ഞാൻ ജയിലിൽ നീ എത്ര പുളി വേണമെങ്കിലും അടിച്ചോ, പക്ഷെ കേൾക്കുന്നവർ കൂടി ദഹിക്കണം. എനിക്ക് വായി തോന്നുന്ന ക്യാമറ പോയിട്ട് ശിക്ഷാവിധി കഴിഞ്ഞ ഒരു പ്രതി എന്തൊക്കെ കാട്ടിക്കൂട്ടുന്നു, അതൊക്കെയാണ്, അതിനൊക്കെ പ്രതികരിക്കുന്ന പോലെയാണ് ഈ ജനങ്ങള് നെഗറ്റീവ് പറയുന്നത്. പട്ടിയുടെ വാല് 12 കാലം കൊള്ളിട്ടിട്ട് എന്താ കാര്യം? പട്ടിക്ക് കൂടി തോന്നണ്ടേ അത് നിവർത്തിയെടുക്കണോന്ന്? കഷ്ടം. ഞാൻ ഒന്നും ചെയ്യുന്നില്ലല്ലോ, ഒന്നും ചെയ്തിട്ടില്ല. ഏട്ടൻ അകാലത്തിൽ മരണപ്പെട്ടു, ആക്സിഡന്റിൽ മരണപ്പെട്ടു. എന്റെ കുഴപ്പമാണോ? തലേന്ന് വരെ എന്റെ നീ കൂടുതൽ വിശദീകരിച്ച് നാറാൻ നിൽക്കണ്ട. കൂടെ കിടന്ന് ഉറങ്ങിപ്പോയ മനുഷ്യനാണ്. തിരിച്ച് എന്റെ അടുത്തോട്ട് വരികയാണ്. എന്നെ മക്കളെ കാണാനുള്ള വ്യഗ്രതയെ വന്നതാണ്. അല്ലാതെ ഞാനൊരു ശല്യമാണെങ്കിൽ, സുധിച്ചേട്ടന് ഞാനൊരു പൊതുശല്യമായിരുന്നെങ്കിൽ അദ്ദേഹം അത് മനസ്സിലായി. എന്തിനാ എന്നെ കാണാൻ വരുന്നത്, അല്ലെ എന്റെ വീട്ടിലോട്ട് വരുന്നത്, എന്റെ കൂടെ കഴിയാൻ വരുന്നത്? അവിടെ കിടന്നാ പോരെ, ശല്യം. ഹോട്ടലിൽ കിടന്നാ പോരെ, ഓടി വളരെ മോശമായിപ്പോയി. എന്ത് പോക്കൃതരമാണ്ടോ താനീ കാണിച്ച്? സോറി, അറിഞ്ഞോണ്ടല്ല, മനഃപൂർവ്വമല്ലേ.